ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സേമിയ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തയ്യാറാക്കാം. സേമിയ കസ്റ്റാർഡ് അല്ലെങ്കിൽ വെർമിസെല്ലി കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലോപ്പ് ആവാതെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സേമിയ കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നെയ്യാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വറുത്ത സേമിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം, ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണം വരെ. ഇതിപ്പോൾ വറുത്ത സേമിയ ആയ കാരണം ഒരു മിനിറ്റൊക്കെ മതിയാവും, വറുത്തെടുത്താൽ മതി. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഏത് പാൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ചെടുക്കാത്ത പാല് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 250 ml കപ്പിൽ 4.25 കപ്പ് പാലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇനി ഈ സേമിയയുടെ കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാലൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള പാലിലാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് സാഫ്രോൺ. അപ്പോൾ കുങ്കുമപ്പൂ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കുങ്കുമപ്പൂ ചേർക്കണമെന്നുണ്ടെങ്കിൽ അളവ് ഒരിക്കലും കൂടിപ്പോരുത്. ഇത്രയൊക്കെ തന്നെ അളവിൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. വെന്തതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം. ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം സമയവും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ്. ഇപ്പോൾ സേമിയ ആവശ്യത്തിന് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതെന്തായാലും മതിയാവില്ല, നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂണോളം അളവിലാണ് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ ഒരിക്കലും അളവ് കൂടിപ്പോയരുത്. കൂടിപ്പോയാലും അതുപോലെ കുറഞ്ഞു പോയാലും ഇത് നന്നായിട്ട് വരില്ല. അതിനുശേഷം ഈ പാലിൽ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർമിസെല്ലി കസ്റ്റാർഡ് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ കഴിക്കാനൊന്നും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അതുപോലെ അളവ് കുറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൂസായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതും നന്നായിട്ട് തന്നെ വരില്ല. ഇനി പാലിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക നല്ലപോലെ തന്നെ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ടകളൊക്കെ പോലെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ പല ഫ്ലേവറുകളിലും നമുക്ക് കിട്ടും. വാനില ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും കസ്റ്റാർഡ് പൗഡർ ഉപയോഗിക്കാം. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ ഒരിക്കലും തിക്കായിട്ട് വരരുത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടിയെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പാല് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരമൊക്കെ നമുക്ക് നോക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എന്തായാലും മധുരം കുറവ് തന്നെയാണ്, എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത്. അപ്പോൾ കസ്റ്റാർഡ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക.
ഞാനിതിലേക്ക് മൊത്തത്തിൽ 10 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ ആയിരിക്കും മധുരം കറക്റ്റായിട്ട് വരിക. പിന്നെ ഞാനിതിലേക്ക് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറിന് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെ അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമല്ലോ, അപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും തണുത്തതിന് ശേഷം കറക്റ്റായിട്ട് വരിക. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ ഒരു കസ്റ്റാർഡ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ സേമിയ എന്ന് പറയണതും അതുപോലെ കസ്റ്റാർഡ് പൗഡർ എന്ന് പറയുന്നതും ഇരിക്കും തോറും തിക്കായിട്ട് വരുന്ന 2 ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളറിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്, സീഡ്ലെസ്, അതുപോലെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ബനാന എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്, പോമോഗ്രാനൈറ്റ്. അപ്പോൾ ഒരു മാതള നാരങ്ങയും 2 പഴവും അതുപോലെ 1 ആപ്പിളും പിന്നെ കുറച്ച് മുന്തിരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വാട്ടർ മെലൻ, അതായത് തണ്ണിമത്തൻ, അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഉപയോഗിക്കേണ്ട, അത് അത്ര നന്നായിട്ട് വരില്ല. പിന്നെ പൈനാപ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ കയ്പ്പരസം വരും കസ്റ്റാർഡിന്. അത് പലരും ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ നിന്നെല്ലാം കുറേശ്ശെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. ഈ ഒരു ഫ്രൂട്ട്സ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ കസ്റ്റാർഡായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അതുപോലെ ഈ പഞ്ചസാരയൊക്കെ ഈ ഫ്രൂട്ട്സിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടും വരും. കാരണം എല്ലാ ഫ്രൂട്ട്സിനും അത്രയ്ക്ക് നല്ല മധുരമൊന്നും ആയിരിക്കില്ലല്ലോ, ചെറിയ പുളി ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ നന്നാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലോ, അപ്പോൾ അത് കാരണം എനിക്ക് മാങ്ങയൊന്നും കിട്ടിയില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് തണുത്ത് വരിക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിൽ എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെർമിസെല്ലി കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് ഒരു അളവിൽ. അപ്പോൾ ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യണത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ്, തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട്സ് ഈ ഒരു കസ്റ്റാർഡിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു തിക്നെസ് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വന്നോളൂ ഇത്. അപ്പോൾ ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് തിന്നുമായിട്ടും വരരുത്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു വെർമിസെല്ലി കസ്റ്റാർഡ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അത് മാത്രം നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട്സിന് മുകളിലായിട്ട് ഇനി വീണ്ടും കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ. അങ്ങനെ എത്ര ലേയേഴ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിനനുസരിച്ച് വ്യത്യാസം വരും. അതിനുശേഷം ഇനി ഏറ്റവും മുകളിൽ വീണ്ടും ഫ്രൂട്ട്സ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും കുറച്ച് നന്നായിട്ട് തന്നെ വരിക. അതുപോലെ നിങ്ങൾക്ക് ഐസ്ക്രീം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇപ്പോൾ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വരും. ഐസ്ക്രീമും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ വാനില ഫ്ലേവർ ഐസ്ക്രീം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ വാനില കസ്റ്റാർഡല്ലേ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടും മുറിച്ചത്, അതുപോലെ കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കണത് കുറച്ച് പിസ്താഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. കളയുടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് കളർഫുള്ളായിട്ടും വരും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് അങ്ങനെയും വരും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറായിട്ട് ഇതിലേക്ക് സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് കറുത്ത കസ്കസ് എന്നൊക്കെ പറയില്ലേ. പിന്നെ ഞാനൊരു ചെറി കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്ലാസ്സിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ ചെറിയ ലെയേഴ്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതുപോലുള്ള വലിയ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 3 ഗ്ലാസ് അളവിലുണ്ടാവും. ഈ ഒരു അളവിൽ നിങ്ങൾ പാലും കസ്റ്റാർഡ് പൗഡറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ പാർട്ടികൾക്കൊക്കെ ഇത് സെർവ് ചെയ്യണ സമയത്ത് വളരെ ചെറിയ അളവിലായിരിക്കുമല്ലോ സെർവ് ചെയ്യുക. വേറെ ഫുഡുകളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് അളവിൽ തന്നെയായിരിക്കും എല്ലാവരും കഴിക്കുക. അപ്പോൾ കൂടുതൽ പേർക്ക് തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു അളവുണ്ടാവും. കാരണം ഇതിനു മുമ്പ് ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ് ഇത് എത്ര പേർക്ക് കഴിക്കാനുള്ളതാണെന്നുള്ളത്. ഇത് എന്തായാലും ഒരു 7 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും, കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതുപോലെ വലിയ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 ഗ്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെർമിസെല്ലി കസ്റ്റാർഡ് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.